പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അതിനായി കുറച്ച് അവരയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെയാണ് അവരയ്ക്ക മുറിച്ചെടുത്തിരിക്കുന്നത്. കഷ്ണങ്ങൾ വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അവരയ്ക്ക ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്കുള്ള അരപ്പ് നോക്കാം. ഏകദേശം 1.5 കൈപ്പിടിയോളം ചിരവിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണിലധികം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി നല്ലപോലെ തിളച്ച് കഷ്ണത്തിൻ്റെ വേവെല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് സിമ്മിലാക്കിയതിന് ശേഷം അല്പം പുളിയുള്ള തൈര് 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടയെല്ലാം ഉടച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ കറി നല്ലപോലെ സെറ്റായി വരും. ഇതിലേക്ക് കടുക് വറുത്തിടാനായി 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 നുള്ള് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് വറുത്തെടുത്തത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ചേർന്ന് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. 3-4 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത നല്ലൊരു ഈസി റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം. അതുവരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും താങ്ക്